തടി കൂടി വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണ്. എസ്പെഷ്യലി ഇന്ന് ഒരുപാട് ആളുകളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ തൈറോയ്ഡ് ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഇംബാലൻസ്. ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് മേജർ ഒരു സിംറ്റമായിട്ട് പറയുകയാണ് ഈ പറഞ്ഞിട്ടുള്ള വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ തൈറോയ്ഡ് പേഷ്യൻസിന് എങ്ങനെയാണ് ഈ ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നത്, അതിൻ്റെ ഫുഡ് ഐറ്റംസ്, അതായത് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അത് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്സിനെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. പക്ഷേ ഇന്ന് മെജോറിറ്റി ഓഫ് ആളുകൾക്കും തൈറോയ്ഡ് ഹോർമോൺസിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ട് അത് വെയിറ്റ് ഗെയിനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് TSH ലെവൽ റേസ്ഡ് ആവുന്നു. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ എന്താണ്? തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഫംഗ്ഷനിങ് കുറഞ്ഞു പോയിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന TSH ലെവൽസ് കൂടി വരുന്നുണ്ട്. അപ്പം ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് ആന്റി-TPO റേസ്ഡ് ആയിരിക്കും, TSH ലെവലും റേസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഡോക്ടറുടെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതേപോലെ തന്നെയാണ് അവർക്ക് വെയിറ്റ് ഗെയിൻ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. വെയിറ്റ് ഗെയിൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെ ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷൻസിൽ മെറ്റബോളിസം വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം വളരെ സ്ലോ ആയിട്ട് മാത്രമേ അതിന് മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ അതൊരു ഫാറ്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാനായിരിക്കും ആ ഒരു കേസസിലേക്ക് നമ്മുടെ ബോഡി ചേഞ്ച് ആവുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു മെറ്റബോളിസം സ്ലോ ആയതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻസിനൊക്കെ വെയിറ്റ് ഗെയിൻ എന്ന ആ ഒരു സിംറ്റംസ് കാണിക്കുന്നത്. അപ്പോൾ തൈറോയിഡിൻ്റെ സിംറ്റംസ് വെയിറ്റ് ഗെയിൻ മാത്രമല്ല, മറ്റുള്ള ഡ്രൈനെസ്സും അതേപോലെ തന്നെ ഹെയർ ഫാളും ഗ്യാസ്ട്രിക് ഇഷ്യൂസും കാണിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് ഒരു വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ് എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കറക്റ്റ് ചെയ്താലേ ഉള്ളൂ ആ പറഞ്ഞിട്ടുള്ള വെയിറ്റ് ലോസിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഡയറ്റിൽ നല്ല രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വരണം. കാരണം നമ്മൾ വൺസ് മെഡിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് പിന്നെയും അതിൽ ആ ഒരു ഹോർമോൺ ഷൂട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മെഡിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക, അതിൻ്റെ ഡോസേജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഡയറ്റ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടും കുറച്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക. എസ്പെഷ്യലി ഗോതമ്പ്, ആട്ട, മൈദ, റവ അതിൽ അടങ്ങിയിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ബ്രെഡ്, ബന്ന്, ബിസ്ക്കറ്റ്സ് ഐറ്റംസ്, അതേപോലെ തന്നെ കൂടുതൽ മധുര പലഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഫസ്റ്റ് തിങ് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. സെക്കൻഡ് തിങ് നമ്മൾ പാൽ ഉൽപ്പന്നങ്ങൾ, തൈരും മോരും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള മിൽക്ക് നിങ്ങൾ കൺസ്യൂം ചെയ്യരുത്. അത് ഇൻഫ്ലമേറ്ററി ഏജന്റ് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ഗെയിൻ ടെൻഡൻസി ഉണ്ടാവും. പാൽ ചായ, കാപ്പി, കട്ടൻ കാപ്പിയൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കഫിനേറ്റഡ് ഡ്രിങ്ക്സ് ആയാലും ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ഇത്തരം കഫി, മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വെണ്ണ, തൈര്, മോര് അത്യാവശ്യം ഉൾപ്പെടുത്താവുന്നതാണ്. അത് നമ്മുടെ ബവൽ മൂവ്മെന്റ്സ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. കോൺസ്റ്റിപ്പേഷനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ മധുര പലഹാരങ്ങൾ കഴിക്കുന്ന ശീലങ്ങളും പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ബേക്കറി പലഹാരങ്ങൾ, ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, പേസ്ട്രീസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അത്യാവശ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ ശ്രമിക്കുക. ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെ പ്രിഫർ ചെയ്യുക. അതായത് നിങ്ങൾക്കിപ്പം ഓറഞ്ച്, മൊസംബി, പേരക്ക, പൊമോഗ്രാനേറ്റ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. വെജിറ്റബിൾസിൽ നിങ്ങൾക്ക് എല്ലാ വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക. അതായത് ക്യാരറ്റ്, ബ്രൊക്കോളി, കോളിഫ്ലവർ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, നിങ്ങൾക്ക് സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മളെ ശരീരത്തിലെ ആ ഒരു മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാനും അതേപോലെ തന്നെ വെയിറ്റ് ലോസിനും ഹെൽപ്ഫുൾ ആണ്. അതേപോലെ നിങ്ങൾക്ക് ഒലിവ് ഓയിൽസ് ഒക്കെ നിങ്ങൾക്ക് സാലഡ്സിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം. കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രൂട്ട്സ് ഒക്കെ മാക്സിമം സാലഡ് ഫോമിൽ കഴിക്കാൻ ശ്രമിക്കുക. സോയാബീൻ പ്രൊഡക്ട്സ് ഒക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാബേജ് ഇത്തരം ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ വരുന്ന പച്ചക്കറികളൊക്കെ അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് കഴിക്കാം, നിങ്ങൾക്ക് അത് ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ്.
ചെയ്യാവുന്നതാണ്. സാലഡ് ഫോമിൽ കഴിക്കുമ്പോഴാണ് അതൊരു ടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് എന്ന് വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് മെഡിക്കേഷൻസിലൂടെയും ഡയറ്റിലൂടെയും കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയുള്ളൂ ഈ പറഞ്ഞിട്ടുള്ള വെയിറ്റ് ലോസിലേക്ക് നമുക്ക് എത്തത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ജിഞ്ചർ, ദെൻ കുർക്കുമിൻ, പെപ്പർ, ദെൻ ഗാർലിക് ഒക്കെ അത്യാവശ്യം ഉൾപ്പെടുത്തുക. ദെൻ നട്ട്സിൽ നിങ്ങൾക്ക് ബദാം, കാഷ്യൂ, വാൽനട്ട്സ്, പിസ്ത ഇതൊക്കെ ഒരു 4 to 5 എണ്ണത്തിൽ കണക്കിൽ നമുക്ക് ഡെയിലി ബേസിസിൽ കഴിക്കാവുന്നതാണ്. ചിയാ സീഡ്സും ഫ്ലാക്സ് സീഡ്സും ഡെയിലി ബേസിസിൽ കഴിക്കുക. സിവിയർ ആയിട്ടുള്ള ഹെയർ ഫാൾ ഒക്കെ ഉണ്ടെങ്കിൽ സെസേം സീഡ്സ് ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സെസേം സീഡ്സ് ഒക്കെ നമ്മളെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. കാരണം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മളൊരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ നമ്മൾ സെസേം സീഡ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഡിസോൾവ് ചെയ്തിട്ട് ഒരു ഭക്ഷണത്തിന് ശേഷമായിട്ടൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മളെ ഗട്ട് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ക്ലിയർ ചെയ്യുന്നതാണ്. ഹെയർ ഫാൾ ഇഷ്യൂസും ക്ലിയർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. മധുര പലഹാരങ്ങൾ, സ്പൈസി, ജങ്ക് ഫുഡ്, ഓയിലി ഫുഡൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്ത് നിർത്തുക. നിങ്ങൾക്ക് അത്യാവശ്യം ഫൈബർ അടങ്ങിയിട്ടുള്ള നമ്മളെ ബോഡീനെ ക്ലെൻസ് ചെയ്യുന്നതും വയറിനൊക്കെ ഒന്ന് കൂളാക്കുന്ന രീതിയിൽ ആഹാരങ്ങൾ കഴിക്കുക. അതിനാണ് തൈര്, മോര്, പഴങ്കഞ്ഞി, അച്ചാറൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ഒക്കെ മാക്സിമം സാലഡ് ഫോമിൽ ഭക്ഷണത്തിന് മുൻപായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ കഴുത്തിൻ്റെ എക്സസൈസ് നമ്മൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഹോൾ ബോഡി വർക്കൗട്ട്, സ്ട്രെങ്തനിങ് വർക്കൗട്ടുകളൊക്കെ ഡെയിലി ബേസിസിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള വെയിറ്റ് ഗെയിൻ ബുദ്ധിമുട്ടുകളൊക്കെ ഡയറ്റിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ആണെങ്കിൽ മെഡിക്കേഷൻസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്